കൂടുതൽ ആൾക്കാർ ബ്യൂട്ടി ടിപ്സിന് വേണ്ടിയിട്ടാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ SEO പറയുന്നത്. ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് അതാണ്. ചെറിയൊരു മുഖക്കുരു വന്നാലോ, ഇതേപോലെ കറുത്ത പാടുകൾ, ഇതിനൊക്കെ ആയുർവേദത്തില് എന്തെങ്കിലും മരുന്നുകളുണ്ടോ? ധാരാളം മരുന്നുകളുണ്ട്. അപ്പോൾ അത് ഡിപ്പെൻഡിങ് ഓൺ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻ്റ് ആണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിയുടെ സ്കിന്ന് നല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ അത് വാതപ്രധാനമായിട്ടുള്ള ഒരു സ്കിൻ ആകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കൂടുതലായിട്ട് ചൂട് റിലേറ്റഡ് ആയിട്ടുള്ള കുരുവൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അത് പിത്തപ്രധാനമായിട്ടുള്ള ഒരു സ്കിൻ ആകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കൂടുതലായിട്ട് എണ്ണമയം ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കഫപ്രധാനമായിട്ടുള്ള സ്കിൻ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവയുടെ ഒരു കോമ്പിനേഷൻ അതും ഉണ്ടാവാറുണ്ട്. അപ്പം ഡിപ്പെൻഡിങ് ഓൺ ആ ഒരു പ്രകൃതി, അതുപോലെ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും എന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് മുഖലേപങ്ങൾ, മുഖത്തിടാവുന്ന ഫേസ് പാക്കുകൾ, അതുപോലെ പലതരത്തിലുള്ള അനുബന്ധമായിട്ടുള്ള ചികിത്സാ രീതികൾ ഇല്ലേ. ഇപ്പൊ പറയുന്ന പോലെ ഇപ്പം ഇന്നത്തെ കാലത്ത് ആയുർവേദത്തിൽ തന്നെ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ധാരാളമുണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന അവർ യൂസ് ചെയ്യാം. ഇതിനകത്തിൽ തന്നെ ഇപ്പോ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു, അത് ശരിക്കും എല്ലാ സ്കിന്നിനും ഡോക്ടർ പറഞ്ഞ രീതിയിൽ എല്ലാ സ്കിന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണോ? അവയിലും തന്നെ പല രീതിയിലുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ ഒരു ഹീറ്റ് എനർജി കൂടുതലുള്ള സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ മഞ്ചിഷ്ടാദി ഒക്കെ പോലുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പൊ അത് ഡിപ്പെൻഡിങ് ഓൺ ഒരു കൺസൾട്ടേഷന് ശേഷം നമ്മളത് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടും.